ഇൻ്റർനെറ്റ് വഴി പണമുണ്ടാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നും അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നതിനെക്കുറിച്ചും പരമാവധി ഗൂഗിൾ സെർച്ച് ചെയ്തും അതുപോലെ മറ്റു പല വഴികൾ ഉപയോഗിച്ചും കണ്ടെത്താൻ ശ്രമിച്ചവരും കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും നമ്മളിൽ മിക്കവരും. നമ്മൾ നിലവിൽ ചെയ്യുന്ന ജോലിയുടെ കൂടെ ഒരു സൈഡ് ബിസിനസ് എന്ന നിലക്ക് ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് ഉണ്ടാക്കി തരുന്ന പ്ലാറ്റ്ഫോമുകളാണ് നിലവിലുള്ള പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. നമ്മൾ ഓരോരുത്തരിലുമുള്ള കഴിവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്കില്ലും ഇല്ലാതെ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന പല മാർഗ്ഗങ്ങളും ഇന്ന് ഇൻ്റർനെറ്റിൽ നമ്മൾ ഷോപ്പിംഗ്, റീചാർജ്, പേയ്മെൻറ്റ് തുടങ്ങിയ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നിലവിൽ വളരെ പോപ്പുലറായിട്ടുള്ള ആപ്പാണ് Paytm ആപ്പ്. ഈ Paytm ആപ്പ് വഴി നമ്മൾക്ക് എങ്ങനെ ഒരു 20,000 വരെ മാസം സമ്പാദിച്ചെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. വീഡിയോ മുഴുവനായും കാണുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ, ഇൻ്റർനെറ്റ് ഏണിംഗ് വീഡിയോകൾ ലഭ്യമാകാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം അവിടെ സെർച്ച് ബാറിൽ Paytm PSA എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഓപ്പണായി വരുന്ന സെർച്ച് റിസൾട്ടിൽ നിന്ന് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഏൺ മണി വർക്ക് ഫ്രം ഹോം ജോബ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള Paytmൻ്റെ സൈറ്റിലേക്കുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ paytm.com/PSA എന്ന വെബ്സൈറ്റ് ഓപ്പണായി വന്നത് നമുക്ക് കാണാം. പ്രധാനമായിട്ടും നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു യോഗ്യത, നമ്മുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കണം. ഏറ്റവും മുകളിൽ Paytmന് വേണ്ടി വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കും പണമുണ്ടാക്കാം എന്ന ബാനറിന് താഴെ Paytm തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സൗകര്യം പോലെ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്ത്, അതായത് Paytm സർവീസ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. Paytmൻ്റെ തന്നെ ക്ലാസ്സുകളുണ്ട്. ഇതിന് നമ്മളുടെ ടൈമിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തരുന്ന ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ താഴെ ഞാൻ കാണിച്ചു തരാം. വിശദമായി മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിക് നോളജ് നമുക്ക് ലഭ്യമാകും. Paytm ആപ്ലിക്കേഷനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയുന്നവരായിരിക്കും നമ്മൾ മിക്കവരും. ഇനി അറിയാത്തവർക്ക് വേണ്ടി വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് Paytm. അതിൽ ഷോപ്പിംഗ് ഉണ്ട്, അതുപോലെ റീചാർജ് കാര്യങ്ങളും പല ഓപ്ഷനുകളും അതിലുണ്ട്. നമ്മൾ എത്ര ചെറിയ ഷോപ്പിൽ പോയാലും അവിടെ നിങ്ങൾക്ക് കാണാം Paytm ഉണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന കസ്റ്റമർ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ Paytm സർവീസ് ഏജൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന വർക്കുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് അവൾക്ക് എത്ര ആൾക്കാരെ, എത്ര ഷോപ്പ് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പ്, ഹോൾസെയിൽ ഷോപ്പ്, ഇങ്ങനെയുള്ള ഷോപ്പുകളെ നമ്മൾക്ക് Paytmലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും അത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ പല ഷോപ്പുകളിലും കണ്ടിട്ടുണ്ടാകും Paytmൻ്റെ QR കോഡ് ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് സെറ്റ് ചെയ്യുക. അതുപോലെ അവരുടെ സ്പീക്കർ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഷോപ്പുകളിലൊക്കെ അത് റെക്കോർഡായിട്ട് പറയുന്ന സ്പീക്കറുകളുണ്ട്. അതുപോലെ ഫാസ്ടാഗുകളുണ്ട് Paytmൻ്റെ. അതുപോലെ സ്വൈപ്പിംഗ് കാർഡ് മെഷീനുകളുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് Paytmൻ്റെ കമ്മീഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കുക, DTH റീചാർജ് തുടങ്ങിയ അതുപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഇങ്ങനെ Paytmലുള്ള പല സർവീസുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മൾക്ക് പലർക്കും ചെയ്തു കൊടുക്കാൻ പറ്റും. പലർക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയും ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നിലവിൽ ട്രെയിനൊക്കെ സ്റ്റോപ്പാണെങ്കിലും എല്ലാം തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ മൊബൈൽ റീചാർജൊക്കെ ഇപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇതിനൊക്കെ നമുക്ക് Paytm കമ്മീഷനായിട്ട് ഒരു എമൗണ്ട് തരുന്നതാണ്. ഇനി ഇതിന് വേണ്ട യോഗ്യതകൾ എന്താണെന്ന് ഇവിടെ കാണാം. നമുക്ക് ഒന്നാമത് പറയുന്നത്, 18 വയസ്സ് പൂർത്തിയായിരിക്കണം. രണ്ടാമത് നമുക്ക് സ്വന്തമായിട്ടൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം. ഐഫോണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഐഫോൺ ഒഴികെയുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ബാക്കിയുള്ളവരുമായി സംസാരിക്കാൻ അല്ലെങ്കിൽ സംവദിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അത് നോർമലായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് തന്നെയാണ്. ഇവിടെ കാണാം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 11 മണിക്ക് വർക്ക് ചെയ്യേണ്ട രീതിയെ പറ്റിയുള്ള ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ശനി ഞായറും ഒഴിച്ചുള്ള ബാക്കിയെല്ലാ ദിവസങ്ങളിലും, ബാക്കി 5 ദിവസങ്ങളിലും രാവിലെ 11 മണിക്ക് നമുക്ക് ട്രെയിനിങ് ക്ലാസ്സുകളും, അതായത് ഓൺലൈൻ ട്രെയിനിങ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും താഴെ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്തായിട്ട് കാണുന്ന അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണുന്ന ഫോം നിങ്ങളുടെ ഡീറ്റെയിൽ വെച്ച് ഫില്ല് ചെയ്യുക. ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Paytm നിങ്ങളുടെ ഇമെയിൽ വഴി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം ദയവായി വീഡിയോയുടെ താഴെ കാണുന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.